നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ എന്നെ വിളിച്ചത്? എടാ, ഇന്നലെ വരെ മാധവന്റെ കുടുംബത്തോട് കടുത്ത ശത്രുതയിലായിരുന്നില്ലേ നീ? ഇന്ന് നീ അവരുടെ കുടുംബത്തിന് വേണ്ടി ഉറ്റ മിത്രത്തെ പോലെ പ്രയത്നിക്കുന്നു. ഡാ, ആ മനമാറ്റത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിയാനാ വിളിപ്പിച്ചത്. എടാ, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? കേട്ടു. മാധവന്റെ വീട്ടുകാര് എന്റെ സ്വന്തം സഹോദരിയുടെ ഭർത്താവിന്റെ ആൾക്കാരാണെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞത്. അതുകൊണ്ടാ മിത്രങ്ങളെ പോലെ പെരുമാറിയത്. കൗശലക്കാരാ, എടാ നിന്റെ പ്രായം കഴിഞ്ഞ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ വിഡ്ഢിയാക്കരുത് നീ. കല്യാണത്തിന് വരില്ല എന്ന് കട്ടായം പറഞ്ഞവൻ എന്നിട്ടിപ്പോ ഇവിടത്തെ അടുക്കളക്കാരനായി മാറിയിരിക്കുന്നു. അത് ബന്ധുക്കളാണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല, മറ്റെന്തോ ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ട്. അമ്മനെ ജഗ, അതിന്റെ ഞാൻ അടുക്കളക്കാരനായിട്ട് പെരുമാറുന്നതിന്റെ രഹസ്യം രാഷ്ട്രീയക്കാരനായ അച്ഛന് പോലും മനസ്സിലായില്ലേ? മനസ്സിലായില്ല. അച്ഛാ, കോടീശ്വരനായ കുറുപ്പിന്റെ മകൻ കല്യാണത്തിന് അടുക്കളക്കാരനെ പോലെ പ്രവർത്തിച്ചത് കുറുപ്പിന്റെ വലിയ മനസ്സുകൊണ്ടാണെന്ന് ഇവിടെ കൂടിയവർക്ക് മനസ്സിലാവും. അത് ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാണ്. അതെ അതെ അതെ. അങ്ങനെ വരുമ്പോ കുറുപ്പിന്റെ ഈ ഹൃദയവിശാലതയ്ക്ക് നല്ലൊരു ശതമാനം വോട്ട് മറിഞ്ഞു വരില്ലേ അച്ഛാ? അപ്പോ അതായിരുന്നു നിന്റെ ഉദ്ദേശം. പറമോനെ ജിതേന്ദ്ര, കണ്ടു പഠിക്കടാ. ഇതാണ് തന്ത്രം, രാഷ്ട്രീയ തന്ത്രം. അച്ഛാ, അതൊന്നും അല്ല കാര്യം. ജിതേട്ടാ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. അല്ലച്ചാ. അതെ അച്ഛാ. എന്താടാ അച്ഛാ, അത് മാത്രമല്ല, പ്ലാനുകൾ വേറെയുണ്ട്. ഇതേ ഒരു കല്യാണം നടക്കുന്ന സ്ഥലമല്ലേ? 10,000-2000 പേരെങ്കിലും വരും. ഇവിടെ വെച്ച അച്ഛൻ 2000 പേരുടെ മനസ്സിലും സ്ഥാനം പിടിക്കണം. അതിന്റെ പ്ലാൻ ഞാൻ പറയാം. എന്നാ പിന്നെ ജഗമോനെ, നീ ഇവിടെ നിൽക്കാണോ? ഞാൻ എവിടെയല്ലേ അന്വേഷിച്ചു. വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. വന്ന് പറയാം. പ്ലാൻ പറഞ്ഞിട്ട് പോടാ. ഒരു പ്ലാനെങ്കിലും പറഞ്ഞിട്ട് പോടാ. 10,000-2000 പേരുള്ളല്ലേ ഒരെണ്ണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.